ഇന്ന് ഹോട്ടലുകാർ നമുക്ക് ഇങ്ങോട്ട് പൈസ തന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് ദുബായി കറങ്ങാൻ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കോ? അല്ലെ ഞാൻ വഴിയെ തന്നെ പറയാം. ഇന്ന് നമുക്ക് ഓറിയന്റേഷൻ ക്ലാസിന്റെ 2ാം ദിവസമാണ്. രാവിലെ തന്നെ ആഹാരം ഒന്നും പ്രിപ്പയർ ആയിട്ട് നേരെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ ഇറങ്ങി. ഹോട്ടലിൽ എത്തിയോ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് മുട്ട ഉള്ളതുകൊണ്ട് നേരെ ഒരു 10 മുട്ട എടുത്ത് കഴിച്ചിട്ട് നേരെ നമ്മൾ ഓറിയന്റേഷൻ കയറി. ഓറിയന്റേഷൻ ക്ലാസ്സിന് നമുക്ക് ഇന്ന് ഹോട്ടൽസിലെ റൂംസ് ഒക്കെയാണ് കാണിച്ചു തന്നത്. കണ്ടു കഴിഞ്ഞപ്പോഴാണ് HR ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നു. നേരെ ഓഫീസിൽ പോയി റൈറ്റ് സൈഡിൽ കിട്ടാനുള്ള പ്രോസസ് എല്ലാം ഒരു സ്ഥലത്ത് പോയി ചെയ്യണമെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടാക്സിക്ക് ഇങ്ങോട്ട് പൈസ തന്നിട്ട് നമ്മൾ നേരെ ടാക്സി പിടിച്ച് അങ്ങോട്ട് പോയി. നേരെ ടാക്സി കയറണമെന്നാണ് തോന്നുന്നു. 30 സെക്കൻഡ് വെച്ച് 50 പൈസ വെച്ച് കയറിക്കൊണ്ടത്. പിന്നെ നമുക്ക് ഒറ്റ സൈഡിൽ നമുക്ക് 31 ദിർഹം. പിന്നെ നേരെ നമ്മൾ സ്ഥലത്തെത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്പോർട്ടും മറ്റു സാധനങ്ങളൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ലൈനിൽ നിന്ന് നമ്മളെ ടോക്കൺ വന്ന് നമ്മൾ നേരെ കൊടുത്തു. 2 കൈ മുഴുവൻ സ്കാൻ ചെയ്തായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞൊന്നും പറഞ്ഞു. പിന്നെ നേരെ നമ്മൾ അടുത്ത ടാക്സി പിടിച്ച് നേരെ ഹോട്ടലിലോട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ടാക്സിയിൽ 25 ദിർഹം എന്തേ ആയുള്ളൂ. അങ്ങോട്ട് പോയപ്പോഴാണ് 31. ഞാൻ എത്തിയപ്പോൾ ഓറിയന്റേഷൻ ക്ലാസ്സും കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ബസ് കയറി നമ്മളെ റൂമിലെത്തി. നല്ല വിശപ്പുള്ളതുകൊണ്ട് ജിമ്മിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രീ വർക്കൗട്ട് ആയിട്ട് കുറച്ച് അവലേസോട് വെച്ചിട്ട് നേരെ ജിമ്മിൽ കയറി. നമുക്ക് ഫുൾ ഡേ ആയതുകൊണ്ട് ലാറ്റ്സും ബൈസും ആണ് നമുക്കുള്ളത്. ബാക്കിന് ഒരു 4 വർക്കൗട്ട് കൊടുത്ത ശേഷം നേരെ ബൈസപ്സിന് ഒരു 3 വർക്കൗട്ടും കൊടുത്തു. വീട്ടുള്ള സമയങ്ങളിൽ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നല്ല റെസ്റ്റും കൊടുക്കാൻ പറ്റും. രാവിലെ ആകുമ്പോൾ നമുക്ക് അധികം റെസ്റ്റ് കൊടുക്കാക്കൂല. ഭയങ്കര വെപ്രാളമായിരിക്കും. ഇതിന്റെ വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ വെയിൻസ് എല്ലാം നല്ല പോപ്പായി നിൽപ്പുണ്ട്. നല്ല പമ്പും ആയിട്ടുണ്ട്. വെയിൻസിന്റെ പമ്പ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നേരെ ജിമ്മിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് തന്നെ പോസ്റ്റ് വർക്കൗട്ട് മീൽ ചിക്കൻ കഴിച്ചു. ചിക്കൻ തികയാത്തോണ്ട് പ്രോട്ടീൻ കോൾ ഹിറ്റാത്തോണ്ട് നേരെ പോയി ഒരു ഹാഫ് അൽഫാം പോയി നമ്മളെ ടീ സ്പോട്ടിൽ പോയി കഴിച്ചു. നമ്മുടെ നാട്ടിലത്തെ പെരിയ അൽഫാം എന്ന് വെച്ചാൽ ഭയങ്കര എരിവൊന്നും കണ്ടതില്ല. ഇവിടെ ആണെങ്കിൽ മുടിഞ്ഞ എരിവാണ്. പിന്നെ അതും കഴിച്ച് നേരെ നമ്മൾ പ്രോട്ടീൻ കോൾ ഹിറ്റ് ചെയ്ത് നേരെ കിടന്നുറങ്ങി. ഓക്കെ ബൈ.